കഴിഞ്ഞ 4-5 ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി മരംകൊത്തി മുതലാളിയുടെ തോന്നിവാസങ്ങളെക്കുറിച്ചാണ്, ഇയാളുടെ മഹാ തട്ടിപ്പുകളെക്കുറിച്ചാണ്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇയാൾ ഓരോ ദിവസവും വീണ്ടും കോട്ടിട്ട് വന്നിട്ട് ഇയാളാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വങ്കത്തരങ്ങൾ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്നറിയോ? ഈ കാട്ടുകള്ളനാണ് നേരത്തെ ഇയാൾ കാട്ടുകള്ളനാണ് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം അറിയാലോ, ഈ ബാങ്ക് തട്ടിപ്പ്, അത് കഴിഞ്ഞിട്ട് മാംഗോ തട്ടിപ്പ്, അത് കഴിഞ്ഞിട്ട് മുട്ടിൽ മരമുറി, ഇങ്ങനെ 34 കേസുകളാണ് അത്ര ഇയാൾക്കെതിരുള്ളത്. 34 കേസുകൾ നിയമസഭയിൽ തന്നെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചതാണ് ആന്റോ അഗസ്റ്റിനെതിരെ ഏതാണ്ട് 34ഓളം കേസുകളുണ്ട് എന്ന്. ഈ ചീള് കേസുകളല്ലാന്നേ, കോടികളുടെ മരം മുറിച്ച് കടത്തിയതിന്റെ കേസ്. അതിലിപ്പോ ജാമ്യത്തിലിറങ്ങി ഉളുപ്പില്ലാതെ നടക്കുകയാണ് ഇവൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പൊ മൊട്ടയെ നമുക്ക് വിടുക, മൊട്ട എന്ന് പറഞ്ഞ പൊട്ടനെ നമുക്ക് വിടുക. അയാൾ ഒരു പത്രപ്രവർത്തകനല്ല, അയാൾ ഒരു മാധ്യമ പ്രവർത്തകനല്ല. ഇത്രയും വിവരമില്ലാത്ത ഒരാൾ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ മൊട്ടയാണ്. നമുക്കറിയാലോ, ബൈ മി എ കോഫി, പിന്നെ ജെഎൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം കണ്ടിട്ട് ഇത് വാർത്തയാണെന്ന് തെറ്റിദ്ധരിച്ച് നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ച അയാൾ പോട്ടെ. വേറെ ആ റിപ്പോർട്ടർ ചാനലിലുള്ള പി ആർ സുനിൽ, എനിക്ക് പരിചയമുള്ള നല്ല ജേർണലിസ്റ്റാണ് പി ആർ സുനിൽ. നേരത്തെ കേരളമുണ്ടിലായിരുന്നു സുനിൽ. പിന്നെ മാധു, എനിക്ക് നല്ല പരിചയമുള്ള ജേർണലിസ്റ്റാണ്. യുവ ജേർണലിസ്റ്റുകളിൽ വെച്ച് ഏറ്റവും ടാലന്റഡ് ആയ മാധ്യമ പ്രവർത്തകയാണ് മാധു. പിന്നെ സ്മൃതി പരുത്തിക്കാടാണ്. സ്മൃതി വളരെ നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്താൻ അറിയാവുന്ന, രാഷ്ട്രീയ ബോധമുള്ള സ്മൃതി. ഇവര് ഇപ്പോഴും ഈ ചാനലിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അമ്പരപ്പിക്കുന്ന കാര്യം. എന്നെ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. എന്തിന് നമ്മളിങ്ങനെ നമ്മുടെ വ്യക്തിത്വം പണയം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ എവിടെയാണ് ജോലി ചെയ്തത്? അപ്പൊ നമ്മളൊക്കെ അഭിമാനിക്കുന്ന കാര്യം, കേരള കൗമുദിയിലായിരുന്നു ഞാൻ ന്യൂസ് എഡിറ്ററായി ജോലി ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. കാരണം പത്രാധിപർ എന്ന പേരുകൊണ്ട് മാത്രം അറിയപ്പെടുന്ന കേരള കൗമുദി പത്രാധിപർ കെ സുകുമാരന്റെ ആ പത്രത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്. നേരെ മറിച്ചൊരു കാട്ടുകള്ളന്റെ ചാനലിൽ ഏറ്റവും അവസാനം മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന 126 കോടി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വേറെ 70 കോടിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്റർനാഷണൽ സ്റ്റേഡിയം, കലൂറിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആകെ കുട്ടിച്ചോറാക്കി വെച്ച ഇവന്റെ ചാനലിൽ നിങ്ങൾക്കൊന്ന് ആത്മാഭിമാനം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുനിലെ, പ്രിയപ്പെട്ട മാധു, പ്രിയപ്പെട്ട സ്മൃതിയെ, നമ്മളെ ജേർണലിസ്റ്റുകളല്ലേ, നമുക്കൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു ആത്മാഭിമാനമല്ലേ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? ഒരു കാട്ടുകളന്റെ ചാനലിൽ ഇരുന്നിട്ട് നിങ്ങൾ എത്ര കാലം പൈസക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മോശമല്ലത്. പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അല്ലേ? ഇന്നിപ്പോ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഇയാളുടെ ഏറ്റവും വലിയ ഒരു വേറൊരു വിഡിത്തം എന്താ അറിയോ? ഇയാൾ ഇപ്പൊ പറയുന്നത്, ആന്റോ അഗസ്റ്റിൻ പറയുന്നത്, ഇയാൾക്ക് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആന്റോ അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടാവേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ചെയ്തികളൊക്കെ അതിഗംഭീരമാണ്. 3ാം തവണയും പിണറായി വരേണ്ടതായിരുന്നു, പക്ഷെ ജനങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് പിണറായി വന്നില്ല എന്നൊക്കെയാണ് ഇയാളുടെ തിയറി. ഈ വി ഡി സതീശൻ ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഈ പത്രസമ്മേളനം ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ പിണറായിയുടെ പത്രസമ്മേളനം, ആഹാ എന്തൊരു ഗംഭീരം, അവിടെ എല്ലാവർക്കും ചോദ്യം. നമ്മൾ കണ്ടതല്ലേ പിണറായി വിജയന്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ, ഇയാൾ 1 മണിക്കൂർ പത്രസമ്മേളനത്തിൽ ഇയാൾ 50 മിനിറ്റ് നേരം ഇയാൾ ഇങ്ങനെ ആരോ എഴുതി കൊടുത്ത സാധനങ്ങൾ ഇങ്ങനെ വായിക്കും അല്ലേ? അവസാനത്തെ 10 മിനിറ്റ് കൈരളിയുടെ ഒരു ചോദ്യം, ദേശാഭിമാനിയുടെ ഒരു ചോദ്യം, അത് കഴിഞ്ഞാൽ മൂപ്പര് പറയും സമയം കഴിഞ്ഞു, ടാറ്റ ഗുഡ് ബൈ. ഇതാണ് പിണറായി. നമ്മൾ എത്ര പ്രാവശ്യം കണ്ടതാണ്. ഇതിന്റെ അടുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരോട് മാറി നിൽക്ക്, കടക്ക പുറത്തു എന്നൊക്കെ പറയും. ഇത് വി ഡി സതീശൻ ഓരോ ബുധനാഴ്ചയും പത്രസമ്മേളനം നടത്തുന്നു. പത്രപ്രവർത്തകരൊക്കെ ഏറ്റവും പ്രകോപിതമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനൊക്കെ അതേ രീതിയിൽ മറുപടി പറയുന്നു. ചിലപ്പോൾ ക്ഷോഭിക്കുന്നു, ചിലപ്പോൾ വളരെ തമാശയോടെ, ചിലപ്പോൾ വളരെ വിശദമായ ആധികാരികതയോടെ മറുപടി പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ശരിക്കും ത്രില്ലടിപ്പിക്കുന്നതാണ്
വി ഡി സതീശന്റെ പത്രസമ്മേളനങ്ങൾ ഓരോന്നും. അതായത് ഒരാഴ്ചയായി ദേശാഭിമാനിയും കൈരളിയും റിപ്പോർട്ടർ ടിവിയും ന്യൂസ് മലയാളം ഒക്കെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന അന്തംഗമ്മികൾ മുഴുവൻ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ക്യാപ്സ്യൂളുകൾ മുഴുവൻ വിതരണം ചെയ്തുകൊണ്ട് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും ഈ പറയുന്ന ഒരൊറ്റ മണിക്കൂർ പത്രസമ്മേളനത്തിലൂടെ വി ഡി സതീശൻ പൊളിച്ചടുക്കും, പൊളിച്ച് കൈ കൊടുക്കും. ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും അവസാനം നോക്കിയാട്ടെ, ഈ എം ഡി എം എ കൈവശം വെച്ചതിന് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചത്രേ. എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടുവന്നത്? ദേശാഭിമാനി എന്താ എഴുതിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലഹരി മാഫിയ. ഈ വി ഡി സതീശനും ഈ പറയുന്ന ലഹരി കടത്തുകാരും ഒരുമിച്ചാണ് ചോറുന്നല്, ഒരുമിച്ചാണ് സിനിമ പോകല്, ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന ഒരുപാട് ന്യായീകരണങ്ങൾ, ഇവരുണ്ടാക്കുന്ന ഒരുപാട് ഇവരുടെ ക്യാപ്സ്യൂളുകൾ. അവസാനം പത്രസമ്മേളനത്തിൽ വി ഡി സതീശൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ആ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ എനിക്കറിയാന്നേ. ആ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ എനിക്കറിയാം. അവരെ കൈവശം MDMA ഉണ്ടായിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തായി. ഇവർക്ക് വേണ്ടിയിട്ട് ആരും വാദിക്കാൻ പോയില്ല. നേരത്തെ നിങ്ങളെങ്ങനെയായിരുന്നു? യു പ്രതിഭ MLA മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോ ഈ പിടിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി, എന്നിട്ട് അയാളെ ഒഴിവാക്കി കൊടുത്തു. അയാളെ എക്സൈസ് ആ കുറ്റപത്രത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കി. ഈ പ്രതിഭ എന്ന് പറഞ്ഞാൽ CPM എന്ത് തോന്നിയാസം ചെയ്താലും അവരെ പോലീസ് പിടിക്കില്ല, എക്സൈസ് പിടിക്കില്ല. ചെന്നിത്തലയുടെ പോലീസ് അങ്ങനെയല്ല. കുറ്റം ചെയ്യുന്നത് UDF-കാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും പിടിച്ചകത്തിടും. ആരും അതിനുവേണ്ടി നിൽക്കില്ല. അതുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞത്, ശരി ആ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ എനിക്കറിയായിരുന്നു, എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ MDMA കടത്തുകാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരങ്ങനെയാണെന്ന് മനസ്സിലാക്കിയോ അവരെ പിടിച്ചകത്തിട്ടു. ഞാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ പോയില്ല. അവരെന്റെ ഓഫീസിൽ ലഹരി കച്ചവടം നടത്തിയിട്ടില്ല. ഇതല്ലേ ഇത് പറഞ്ഞപ്പോ പിന്നെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഓരോന്നും പൊളിച്ചെടുക്കുമ്പോഴാണ് ഈ പറയുന്ന അഞ്ചോ അഗസ്റ്റിൻ എന്ന് പറയുന്ന മരം കൊത്തി മുതലാളി ഇയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, മാധ്യമപ്രവർത്തകർക്കെല്ലാം പത്രസമ്മേളനത്തിൽ ഇതൊക്കെ ചോദിച്ചുകൂടെ എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു അവസ്ഥ അറിയോ എന്താണെന്ന്? ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തുന്നവർക്ക് ഒരു മാധ്യമത്തിന്റെ അടുത്ത് ഒരാൾക്കേ കയറാൻ കഴിയുള്ളൂ. രണ്ടാമതൊരാൾ അതിനകത്ത് കേട്ടില്ല. ഇവരുടെ ഏറ്റവും വലിയ പരാതി എന്താ അറിയോ? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ, വി ഡി സതീശന്റെ പത്രസമ്മേളനത്തിൽ ഒരു പത്രസ്ഥാപനത്തിൽ നിന്ന് ഒരാളെ കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ പത്രസമ്മേളനത്തിൽ ഒരു പത്രസ്ഥാപനത്തിൽ നിന്ന് 100,000 ആൾക്കാരെ കയറ്റുക? ഉളുപ്പില്ലാത്ത താരിക്കുമല്ലോ അറിയടോ. ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരാളെ, അതായത് ഒരു ലേഖകനെ, ഓരോ പത്രത്തിന്റെയും ഓരോ ലേഖകനെ പത്രസമ്മേളനം 100 കണക്കിന് പത്രസ്ഥാപനങ്ങൾ ഇവിടെ ഇല്ലേ? ഈ പത്രസ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ മാധ്യമപ്രവർത്തകർ എന്താ വലിയ ഗ്രൗണ്ട് വാടക എടുത്തിട്ട് അവിടെയാണ് പത്രസമ്മേളനം നടത്തേണ്ടത്. എല്ലാ പത്രസമ്മേളനത്തിനും ആ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രലേഖകനും ഉണ്ടാവും, ഒരു ജേർണലിസ്റ്റും ഉണ്ടാവും. ഇനി വീഡിയോ ആണെങ്കിൽ ഒരു വീഡിയോഗ്രാഫർ ഉണ്ടാവും. അല്ല പിന്നെ എത്ര ആളാ വേണ്ടത്? അല്ല അതെന്താ പറയുന്നുണ്ട് ഇയാള് ഈ പോങ്ങൻ. മാധ്യമസ്ഥാപനത്തിൽ രണ്ടാമത്തെ ഒരാളെ കയറാൻ കഴിയുള്ളൂ, ഒരു ക്യാമറയും കയറാൻ കഴിയുള്ളൂ. അപ്പം നേരത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ടർ ടിവിന്റെ 5 പേരൊക്കെ കയറിയിട്ടുണ്ട്. 5 പേര് നേരത്തെ പിണറായി വിജയന്റെ കാലത്ത് റിപ്പോർട്ടർ ടിവിന്ന് 5 പേര് കയറിയിട്ടുണ്ട്. എന്നിട്ട് 5 പേര് അവിടെ എന്തേക്ക് ആനമുട്ട ഉണ്ടാക്കി? ഇനി 5 എണ്ണം റിപ്പോർട്ടർ ടിവിയുടെ ഒരു ലേഖകനോടോ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ. അത് മറന്നുപോയി ആൻറ്റോ. ഈ ആസനം കഴുകുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? അല്ലേ വൃത്തിയട്ടോനെ. ഓരോ ബീറ്റ് നോക്കുന്നത്, ഫിനാൻസുമായി ബീറ്റ് നോക്കുന്ന ആൾ ഫിനാൻസിനെ ചോദിക്കാൻ വേണ്ടി പോകും. സ്പോർട്സുമായി ബീറ്റ് നോക്കുന്ന ആൾ സ്പോർട്സിനെ ചോദിക്കാൻ വേണ്ടി പോകും. എന്താണ് ഹോം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ആ ബീറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചോദിക്കും. ഇപ്പൊ ഏത് ബീറ്റ് പോയി നോക്കുന്ന ആൾക്കാരൊന്നുമില്ല. ഒരാൾക്ക് പോയി എന്തെങ്കിലും ചോദിക്കാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ, കാരണം അദ്ദേഹം നോക്കുന്ന ബീറ്റ് ആയിരിക്കില്ല അത്. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കണം. ആ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളില്ലല്ലോ, അവിടെ ചോദിക്കാൻ കഴിയില്ല. ഈ ഹോമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാൻ കഴിയണം. അത് നോക്കുന്ന ആളായിരിക്കില്ല അവിടെ ചെല്ലുന്നുണ്ടാവും. പൊട്ടൻ കൊണേശ, ഒരു പത്രസ്ഥാപനത്തിലെ ഒരുപാട് ബീറ്റുകൾ ഉണ്ടാവും. പോലീസ് ബീറ്റ് നോക്കുന്ന ആൾക്കാരുണ്ടാവും, കോടതി നോക്കുന്ന ആൾക്കാരുണ്ടാവും, സ്പോർട്സ് നോക്കുന്ന ആൾക്കാരുണ്ടാവും, കലാസാഹിത്യം നോക്കുന്ന ആൾക്കാരുണ്ടാവും, ധനകാര്യം നോക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിവിധ മേഖലകൾ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പത്രസ്ഥാപനങ്ങൾ, വലിയ പത്രസ്ഥാപനങ്ങൾ ഉണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഈ പറഞ്ഞ ബീറ്റ് നോക്കുന്ന ആൾക്കാരൊക്കെയാണ് പോവുക. ഇതെന്ത് കാര്യടോ? വിവരല്ലെങ്കിൽ മിണ്ടാതിരിക്കണം മൺകുണാഞ്ച. ഇപ്പൊ വി ഡി സതീശനെതിരെ പറയുന്നുണ്ട് ഏറ്റവും വലിയ ആരോപണം. എല്ലാരും പറയുന്നത് ഇപ്പൊ വി ഡി സതീശന്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാലേ ആ 1 മണിക്കൂർ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രക്കും ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, മറ്റാൾ എഴുതി കൊടുത്ത് വായിക്കുന്ന പോലെയല്ല. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഏത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം.
എത്ര പ്രകോപനപരമായ ചോദ്യം എന്തെങ്കിലും വി ഡി സതീശൻ ഉത്തരം പറയും, വളരെ കൃത്യമായി ഉത്തരം പറയും. എന്നിട്ട് ഇപ്പം പറയാമല്ലോ അതൊന്നും പോരാ, ഒരു പത്രസ്ഥാപനത്തിൽ നിന്ന് നേരത്തെ 5 ആൾക്കാർ പോയിനി, അങ്ങനെ പോരാ, ഓരോ ബീറ്റ് സ്പോർട്സ് ചോദിക്കുന്ന ആൾക്ക് സ്പോർട്സിന്റെ ആൾ പോകണം, ധനകാര്യ പ്രശ്നങ്ങൾ അതിന്റെ ആൾ പോകണം, പിന്നെ കലാകായികം അതിന്റെ ആൾ പോകണം, പോലീസിന്റെ ആൾ പോകണം, കോടതിന്റെ ആൾ പോകണം. എന്താടോ ഇതൊക്കെ കേട്ടിട്ട് സ്മൃതി മിണ്ടാതിരിക്കുക. സ്മൃതി പറയണ്ട എന്റെ ആന്റപ്പ മുതലാളി അങ്ങനെയൊന്നും വേണ്ട, ഒരാൾ പോയാൽ മതി എന്ന് പറയണ്ടേ സ്മൃതി, പറഞ്ഞു കൊടുക്കണ്ട സ്മൃതി. മുട്ട പറയില്ല 5 പോരാ 50 ആൾക്കാർ പോകണമെന്ന് പറയും മുട്ട. അതാണ് മുട്ട. ഇവനാണ് പണ്ട് 24 ചാനലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഈ കാട്ടുകളൻ എന്ന് വിളിച്ചതാണ്. ഇവനെ കാട്ടുകളൻ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ലോറി എന്നൊക്കെ ചാടി ഇറങ്ങിയിട്ട് ആന്റപ്പൻ മുതലാളി കാട്ടുകളൻ മുതലാളി എന്ന് വിളിച്ചവരാണ് ഇപ്പൊ ഇവന്റെ കോണം പിടിച്ച് നടക്കുന്നത്. മുട്ട. എന്തൊക്കെ കാണണം നമ്മളല്ലേ, എന്തൊക്കെ കാഴ്ചകൾ കാണണം. ഏതായാലും അടുത്ത് തന്നെ ഈ മെസ്സി സംഭവത്തില് ഈ 2 കാര്യങ്ങൾ, മുട്ടിൽ മരമുറിയിലും ഈ പറയുന്ന മെസ്സി സംഭവത്തിലും, ഈ 2 സംഭവത്തിൽ ആന്റപ്പ മുതലാളി എന്തായാലും അകത്ത് പോകുന്നുള്ളത് ഒരു സംശയം വേണ്ട കേട്ടോ. അതിന്റെ മുന്നുള്ള പെടച്ചിലാണ് ഇതൊക്കെ. ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.